നമുക്കൊരു 3D പ്രിൻ്റർ ഫുള്ളായിട്ട് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒക്ടോ പ്രിൻ്റ്. നമ്മൾ സാധാരണ പ്രിൻ്ററിലേക്ക് നമ്മൾ പ്രിൻ്റ് കൊടുക്കുക, 3D പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SD കാർഡിലേക്ക് സ്ലൈസ് ചെയ്ത് G-കോഡ് ഫയൽ കോപ്പി ചെയ്തിട്ട് ആ SD കാർഡ് എടുത്ത് മാനുവലി നമ്മൾ പ്രിൻ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പ്രിൻ്റ് കൊടുക്കുന്നു. ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ആക്സസ് മൂവ് ചെയ്യുക, ഹോം ചെയ്യുക, അങ്ങനെയുള്ള പല ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത് പ്രിൻ്റർ വഴി തന്നെയാണ്. പ്രിൻ്ററിലേക്ക് ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു റാസ്ബെറി പൈ ആണ്. റാസ്ബെറി പൈയിൽ നമുക്ക് അതിൻ്റെ SD കാർഡിൽ ഒക്ടോ പൈൻ്റെ OS, കസ്റ്റം OS നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാസ്ബെറി പൈ പവർ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒക്ടോ പ്രിൻ്ററിൻ്റെ സെർവർ അതിൽ റണ്ണാവും. അപ്പോൾ നമ്മൾ റാസ്ബെറി പൈൻ്റെ IP വെച്ചിട്ട് നമ്മൾ സെയിം വൈഫൈ കണക്ട് ചെയ്തതിന് ഏതൊരു ഡിവൈസ് വെച്ചിട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോ പ്രിൻ്റിൻ്റെ പേജ് നമുക്ക് ഇതുപോലെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 3D പ്രിൻ്റർ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും. എക്സ്ട്രൂഡ് ചെയ്യാം, റിട്രാക്ട് ചെയ്യാം, അതുപോലെ തന്നെ ആക്സസ് മൂവ് ചെയ്യാം, ഹോം ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു റാസ്ബെറി പൈയിൽ ഒരു പൈ ക്യാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ് ക്യാമോ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ ബെഡ് ടെമ്പറേച്ചർ, അതുപോലെ എക്സ്ട്രൂഡറിൻ്റെ ടെമ്പറേച്ചർ, ഇതൊക്കെ ഇതിൽ വിസിബിൾ ആയിരിക്കും. G-കോഡ് വ്യൂവർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലെയറും പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഇവിടെ ലെയർ ബൈ ലെയർ നമ്മൾ ആ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനൊരു റാസ്ബെറി പൈൻ്റെ ഒരു കേസ് തന്നെ പ്രിന്റ് ചെയ്യാനുള്ളൊരു പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ലെയർ ബൈ ലെയർ എക്സ്ട്രൂഡർ മൂവ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ സാധാരണ പ്രിൻ്ററിൽ കാണുന്ന പോലെ തന്നെ സെയിം ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുക. നമുക്ക് പ്രിൻ്റ് നമ്മൾ ഇവിടുന്ന് ഡിവൈസിൽ നിന്ന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രിൻ്റ് സ്റ്റാർട്ട് ചെയ്യാനും, പോസ് ചെയ്യാനും, സ്റ്റോപ്പ് ചെയ്യാനുള്ള എല്ലാ കൺട്രോൾസും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രിൻ്റർ ഒന്ന് കാണാം. പ്രിൻ്ററിൽ ഇപ്പോൾ സെയിം പ്രിൻ്റ് ഞാൻ പറഞ്ഞ റാസ്ബെറി പൈൻ്റെ പ്രിൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ റാസ്ബെറി പൈ ഇതാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. റാസ്ബെറി പൈ ഇതുപോലെ ഒരു പവർ കേബിൾ വെച്ച് ഞാൻ പവർ ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ അഡാപ്റ്റർ വെച്ചിട്ട്. അതുപോലെ തന്നെ USB കേബിൾ നിങ്ങൾക്ക് കാണാം. USB കേബിൾ ഇവിടെ പ്രിൻ്ററിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പവർ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിലകത്ത് സെർവർ റണ്ണാവും, നമുക്കത് അവിടെ സിസ്റ്റത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതുവഴി നമുക്കിവിടെ പ്രിൻ്റ് കൊടുക്കാം. അപ്പോൾ ഓരോ തവണയും നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് SD കാർഡ് ഇടുകയോ വീണ്ടും വന്ന് ഫയൽ മാറ്റുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. കംപ്ലീറ്റ് ആയിട്ട് റിമോട്ടായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി.